കാലങ്ങളായി. പക്ഷേ അവസാനം ഒടുവിൽ തീരുമാനമെടുത്തു. കൊട്ടിക്കലാശത്തിന്റെ അന്ന് തന്നെ കല്യാണം കഴിക്കാൻ തീരുമാനമെടുത്തു. പക്ഷേ കല്യാണം ഈ കൊട്ടിക്കലാശം പോലെ വളരെ വേഗത്തിൽ അങ്ങ് പോകുമോ? കൊട്ടിക്കലാശം പോലെ കൊട്ടിക്കലാശത്തിന് മുമ്പായി വിവാഹം കഴിച്ച് വീണ്ടും കൊട്ടിക്കലാശത്തിൽ പങ്കെടുക്കുന്നതാണ് ഇപ്പോഴത്തെ തീരുമാനം. ഒരു വർഷം മുമ്പെടുത്ത തീരുമാനമാണ് ഇന്നത്തെ കല്യാണ ഡേറ്റ് അടക്കം. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നമ്മളെ ചതിച്ചു. ചെറുതായിട്ട്, പക്ഷേ കുഴപ്പമില്ല. എങ്ങനെയാണ് കല്യാണം? ഇതേപോലെ ഈ വണ്ടിയിൽ തന്നെ പോവുകയാണ്. ഈ വണ്ടിയിൽ തന്നെ പോവുകയാണ്. കല്യാണ സ്ഥലത്തേക്ക് ഈ വണ്ടിയിൽ തന്നെ എത്തും. അവിടെ ഇറങ്ങി ജസ്റ്റ് ഡ്രസ് ഒന്ന് മാറും, വിവാഹം കഴിക്കും, തിരിച്ച് വീണ്ടും ഈ വണ്ടിയിൽ തന്നെ കയറും. ഒരേ ഒരു ഡിമാൻഡേ ഉള്ളൂ, മാല എടുത്ത് നേരത്തെ വെച്ചേക്കണമെന്നുള്ളത്. വെച്ചേക്കണം, അതിനുള്ള സമയമുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അന്നേരം കൂടെ ഇറങ്ങി വരണമെന്നും പറഞ്ഞിട്ടുണ്ടോ പ്രചരണത്തിന്? പറഞ്ഞിട്ടുണ്ട്. രാവിലെ മുതൽ തന്നെ പ്രചരണത്തിലുണ്ട് ദേവിക. രാവിലെ തന്നെ പോകുന്നുണ്ട്. ഈ ആൾക്കാരുടെ ഇങ്ങനെ പോകുമ്പോ എന്തുണ്ട് പ്രതികരണം? പോസിറ്റീവ് കാരണം ഒന്ന് യുവാവാണ് എന്നുള്ളൊരു പരിഗണന പൊതുവെ എല്ലാവരുടെ ഭാഗത്തുനിന്നും കിട്ടുന്നുണ്ട്. കല്യാണ വിളിയൊക്കെ നടത്തി. എന്റെ ഒപ്പം തന്നെ ഞാൻ കല്യാണം എല്ലാവരെയും വിളിക്കും. പോകുന്ന പ്രചരണ സ്ഥലത്ത് കല്യാണം വിളിക്കുന്നു. പ്രചരണത്തിനൊപ്പം തന്നെ കല്യാണ വിളി നടത്തി. അതുകൊണ്ട് തന്നെ ഇപ്പൊ വലിയൊരു സ്വീകാര്യതയുണ്ട്. ചെല്ലുമ്പോ കല്യാണം കഴിക്കാൻ പോകുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ആ ചേട്ടൻ തന്നെ ഇറങ്ങി വന്നിട്ട് എന്നോട് കല്യാണം കഴിക്കാൻ ഇപ്പൊ വൈകിട്ടല്ലേ കല്യാണം ചോദിച്ചത്. അപ്പൊ പൊതുവിലായ ഒരു സ്വീകാര്യത കിട്ടുന്നുണ്ട്. എങ്ങനെയുണ്ട് ദേവിയുടെ ഒക്കെ വീട്ടില് എങ്ങനെയാണ് പ്രതികരണം? ഈ ബന്ധുക്കളൊക്കെ ഇത് സമ്മതിച്ചോ? കാരണം വൈകുന്നേരം 4 മണിക്കാണ്, കൊട്ടിക്കലാശത്തിന്റെ 1 മണിക്കൂർ 2 മണിക്കൂർ മുമ്പാണ് ഈ കല്യാണം നടക്കുന്നത്. എന്റെ വീട്ടിൽ ആക്ച്വലി പേരൻസിന് കുഴപ്പമൊന്നുമില്ല. റിലേറ്റീവ്സിന് ആക്ച്വലി കുറച്ച് പ്രശ്നമുള്ളതുണ്ട്. പക്ഷെ നമ്മള് കുറച്ചും കൂടി നമുക്കറിയാലോ, അവരുടെ സിറ്റുവേഷൻസ് നമുക്ക് മനസ്സിലാവുന്നതുകൊണ്ട് നമ്മൾ വേണ്ടത്ര രീതിയിൽ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് എനിക്ക് ഭയങ്കര പ്രതീക്ഷയുണ്ട്. ഈ പ്രതീക്ഷ ജീവിതത്തിലും ഉണ്ട്, തെരഞ്ഞെടുപ്പ് ഫലത്തിലും ഉണ്ട്. ഉറപ്പായിട്ടും ഉണ്ട്. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, ഞാൻ നല്ല പ്രതീക്ഷയിലാണ്. ഈ ഡിവിഷൻ ഇടതുപക്ഷ ജില്ലാ പഞ്ചായത്ത് ഈ ഡിവിഷൻ തോറ്റെങ്കിലും പ്രതിസന്ധി ഉണ്ടായി? കല്യാണം വിളിക്കണോ അതോ തെരഞ്ഞെടുപ്പിൽ വോട്ട് അഭ്യർത്ഥിക്കണോ എന്നുള്ള പ്രതിസന്ധി എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? വലിയ പ്രതിസന്ധി ഉണ്ട്. കാരണം എന്റെ സുഹൃത്തുക്കളെ ആരെയും എനിക്ക് വിവാഹം നേരിട്ട് വിളിക്കാൻ കഴിഞ്ഞില്ല. ക്യാമ്പസിൽ പഠിച്ചവരെ ആരെയും വിവാഹം വിളിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. ബന്ധുക്കളെ ആരെയും വിളിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. അപ്പോൾ അതിന്റെ കുറച്ച് പരാതികൾ. റിസപ്ഷൻ ഒക്കെ എന്നാ? റിസപ്ഷൻ 10-ാം തീയതി, 10th ഇലക്ഷൻ കഴിഞ്ഞ് സമാധാനത്തോടെ റിസപ്ഷൻ നടത്തുക എന്നുള്ളത്. അതെ റിസപ്ഷൻ നടത്തുക. ഇതുവരെ ഇത് ഓടിയുള്ള പോരാട്ടം. അതെ. ഈ വോട്ട് ചെയ്യുവോ അവിടെ ഉള്ള എല്ലാവരും? പിന്നെ നന്നായിട്ട് എല്ലാരും ചെയ്യും. ഒച്ചറ ഡിവിഷനിൽ നിന്നാണ് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നത്. ആദ്യത്തെ കന്യാംഗമാണ്. അതെ, കന്യാംഗമാണല്ലേ. കന്യാംഗവും കല്യാണവും കൂടെ ഒരുമിച്ച് വന്നതാണ്. രണ്ടും വിജയിക്കുമെന്നാണ് പ്രതീക്ഷ. എന്തായാലും രണ്ടുപേർക്കും വിവാഹ മംഗളാശംസകൾ നേരുന്നു. ഒപ്പം അനന്തുവിന് വിജയാശംസകൾ നേരുന്നു. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം ഈ കൊട്ടിക്കലാശത്തിന്റെ അവസാന റോഡ് ഷോയിലാണ് അനന്തു ഇപ്പോൾ ഉള്ളത്.